പ്രധാനമന്ത്രി ഈയിടെ തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം എന്ന ഗ്രാമത്തിൽ സന്ദർശനം നടത്തിയ കാര്യം നിങ്ങൾ കേട്ട് കാണുമല്ലോ. പക്ഷേ ഈ വീഡിയോ ഗംഗൈകൊണ്ട ചോളപുരത്തെ പറ്റിയല്ല, അത് നിർമ്മിച്ച രാജേന്ദ്ര ചോളനെ പറ്റിയും ചോള സാമ്രാജ്യത്തെ പറ്റിയുമാണ്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായ സാമ്രാജ്യങ്ങളിൽ ഒന്നായ ചോള സാമ്രാജ്യത്തെ പറ്റി മഹാഭാരതത്തിലും പെരിയ പുരാണത്തിലും സംഘകാല കൃതികളിലും അശോകന്റെ എഡിക്സിലും പരാമർശിക്കുന്നുണ്ട്. ഇമ്പീരിയൽ ചോള സാമ്രാജ്യത്തിന് തുടക്കമിടുന്നത് വിജയാലയ ചോളയിലൂടെയാണ്. 850 AD അദ്ദേഹം മുട്ടരയാറിൽ നിന്ന് കാവേരി ഡെൽറ്റ പിടിച്ചെടുത്ത് അവിടെ ഒരു ദുർഗാക്ഷേത്രവും തഞ്ചാവൂർ നഗരവും പണിഞ്ഞ് ചോള സാമ്രാജ്യത്തെ രേഖ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം വന്ന ആദിത്യ കരികാല ഒന്നാമനും പരാന്തക ചോളനും ചോള സാമ്രാജ്യത്തിന്റെ അതിരുകൾ വിപുലീകരിച്ചു. ആദിത്യ കരികാലൻ അപരാജിതാവർമ്മനെ തോൽപ്പിച്ച് പല്ലവ ഡൈനാസ്റ്റിക്ക് തന്നെ അവസാനം കുറിച്ചു. ശേഷം വന്ന പരാന്തക ചോളൻ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായ മധുരയെ തന്നെ പിടിച്ചെടുക്കി മധുരയെ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടു. അങ്ങനെ പല പ്രസിദ്ധമായ യുദ്ധങ്ങളിലൂടെ അഥവാ ബാറ്റിൽ ഓഫ് വെള്ളൂർ, തക്കോലം, വെള്ളാല എന്നിവയിലൂടെ അദ്ദേഹം വീണ്ടും തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഏകദേശം 30 കൊല്ലത്തോളം ഒരുപാട് രാജാക്കന്മാർ അഥവാ ഗാന്ധാരാദിത്യ ചോളൻ, അരിഞ്ചയ ചോളൻ, പരന്തക ചോളൻ രണ്ടാമൻ, ഉത്തമ ചോളൻ എന്നിവർ അധികാരത്തിൽ കയറിയിറങ്ങുന്നു. അത് കഴിഞ്ഞ് പരന്തക ഒന്നാമന് ശേഷം ജനഹൃദയം കീഴടക്കിയ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ചോള കിങ് രാജരാജാവാൻ AK അരുൺമൊഴിവർമ്മൻ, മോസ്റ്റ് ഫേമസ്ലി നോൺ ആസ് പൊന്നിൻ സെൽവം അധികാരത്തിലേറി. അദ്ദേഹത്തിന്റെ കീഴിലാണ് ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയും മികച്ച ഒരു സൈന്യാധിപനും കലകളുടെ രക്ഷാധികാരിയുമായിരുന്നു അദ്ദേഹം. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ തഞ്ചാവൂർ ബൃഹതീശ്വര ടെമ്പിൾ. ചോളന്മാരെ ഒരു ദക്ഷിണേന്ത്യൻ സാമ്രാജ്യമാക്കി മാറ്റിയ പൊന്നിൻ സെൽവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ അധികാരത്തിൽ വന്നു. അച്ഛനൊത്ത മകൻ അങ്ങനെ പറയാമല്ലോ. അദ്ദേഹം വ്യാപാരത്തിലൂടെയും ഇന്ത്യൻ മഹാസമുദ്രം കടന്നുള്ള കീഴടക്കലിലൂടെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇത് ദക്ഷിണേന്ത്യക്കപ്പുറത്തുള്ള പ്രദേശങ്ങൾ കീഴടക്കിയ ചുരുക്കം ചില ഇന്ത്യൻ രാജാക്കന്മാരിൽ ഒരാളായി രാജേന്ദ്രനെ മാറ്റി. അദ്ദേഹം ഗംഗാ നദി വരെ വടക്കോട്ട് നടത്തിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി ഗംഗൈകൊണ്ട ചോളപുരം നഗരം സ്ഥാപിക്കുകയും ആ നഗരത്തിൽ പ്രശസ്തമായ രാജേശ്വര ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചോളഗംഗം എന്ന പേരിൽ ഒരു വലിയ ടാങ്ക് നിർമ്മിച്ച് അതിൽ ഗംഗാജലം നിറച്ചതായും ഐതിഹ്യം സൂചിപ്പിക്കുന്നു. ചോളന്മാർക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനത്തോടു കൂടിയ ഒരു ഭരണ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമസഭകൾ തർക്കങ്ങൾ പരിഹരിക്കുകയും പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ പരിപാലിക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടോടെ പിന്തുടർച്ചാവകാശ തർക്കങ്ങളും പാണ്ഡ്യരുടെയും ഹൊയ്സാലരുടെയും ആക്രമണങ്ങൾ കാരണം സാമ്രാജ്യം ദുർബലമായി. അങ്ങനെ ഗംഗൈകൊണ്ട ചോളപുരം ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു. ചോള സാമ്രാജ്യം മങ്ങിയിരിക്കാം, പക്ഷേ ഇപ്പോഴും അതിന്റെ പൈതൃകം ശക്തമായി നിലനിൽക്കുന്നു. ഉയർന്ന ക്ഷേത്രങ്ങളായും കാലാതീതമായ ശില്പങ്ങളായും സാഹിത്യകൃതികളായും ചോളർ വെറും ഭരണാധികാരികൾ മാത്രമായിരുന്നില്ല. അവർ ദക്ഷിണേന്ത്യയിലും അതിനപ്പുറത്തും സ്ഥിരമായി മുദ്ര പതിപ്പിച്ച ലിറ്ററൽ ലെജൻഡ്സ് ആയിരുന്നു. താങ്ക് യു.